ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ പുതിയ വണ്ടി എടുത്തതിന് ശേഷം വണ്ടി പൂജിക്കാനാണ് ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ദേവമോടിച്ചാറ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടത്തിന് ശേഷം വണ്ടി പൂജിക്കാനുള്ള റെസിപ്റ്റ് ആക്കി. അപ്പോൾ റെസിപ്റ്റ് പൂജാരിക്ക് കൊടുത്തു. പൂജാരി വണ്ടി പൂജിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വണ്ടി പൂജിക്കാൻ തുടങ്ങി. അത് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ലെങ്തി ആവുന്നുണ്ട് കേട്ടോ. ആപോ വിഷ്ടമയോ ഭുവാസാനോർജദാന മഹിരണായ ചക്ഷുഷേ യോഗസ്വരമരത തസ്യ വാജദേഹന വിഷതിരുമാധര തസ്മാരംഗമാമൗരക്ഷസ്യാജന്നതാപോ ജനേതാജനഃ തന്നോ ദേവീരവിശ്യ ആപോ വന്ദവീതേ സംയൂരവിശ്വവന്ദനഃ. സമർപ്പയാമി. ഓം വനസ്പതിരദോത്പന്നോ ഗന്ധാഢ്യോ ധൂപോത്തമ അഗ്രേ സർവദേവാനാം ധൂപോയം പ്രതിഷ്ഠിതാം. അപ്പം അമ്പലത്തിലെ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വിചാരിച്ചു മധൂറും കൂടി പോവാണ്. അങ്ങനെ മധൂരയൊക്കെ പോവുകയാണ്. അപ്പം ഞാനും അനിയനും കുട്ടികളും പിന്നെ അമ്മയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ മധൂരെത്തി. അപ്പം നമ്മൾ പോയത് ശനിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ ആ അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ ലാസ്റ്റ് പ്രതിഷ്ഠാ സമയത്താണ് നമ്മൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ കുറേ ആയി ഇപ്പോൾ അമ്പലത്തിലേക്ക് വരാത്തത്. അങ്ങനെ അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു പുഴയുണ്ട്. കുട്ടികൾ അവിടെ കുറച്ച് സമയം കളിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറി അങ്ങനെ വലം വെച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പൂജ ആയിട്ടാണ്. പൂജ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിരക്കാവും. അപ്പോൾ ഇതാണ് മധൂർ അമ്പലം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു വഴിപാട് കഴിച്ചു. അപ്പോൾ അതിൻ്റെ പ്രസാദം കിട്ടി, ഉണ്ണിയപ്പം. അപ്പോൾ അത് നമ്മൾ അപ്പം തന്നെ കഴിച്ചു. പിന്നെ പൂജയെല്ലാം ആയതിനു ശേഷം പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വെച്ച് നിന്നിട്ടാണ് തിരക്കായതുകൊണ്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു. അപ്പോൾ ബിരിയാണി വരുന്നവരെ അവരെല്ലാം നല്ല കളിയിലായിരുന്നു. അങ്ങനെ ബിരിയാണി വന്നു. ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണി കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു.